റമദാനിൽ ഇതുപോലെ ഒന്ന് പാലപ്പം ഉണ്ടാക്കിയെടുത്ത് നോക്കിയാൽ നമുക്ക് കപ്പി കാച്ചുണ്ടാട്ടോ. കപ്പി കാച്ചത് തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി ശരിയാവും. അപ്പോൾ കപ്പി കാച്ചാൻ അറിയില്ലാത്ത കുട്ടികളാലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ പാലപ്പം ഉണ്ടാക്കി നോക്കിക്കോട്ടോ. വെറും 2 മണിക്കൂറും കൊണ്ട് നല്ല പൊന്തിയ മാവ്, മാവ് നല്ല രീതിയിൽ പൊന്തി വരികയും ചെയ്യും, നല്ല അപ്പം കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു കുറച്ച് തേങ്ങ ചിരവി എടുക്കുക. തേങ്ങ ചിരവിയതിലേക്ക് നമുക്ക് കുറച്ച് ഈസ്റ്റ്, തരി പോലത്തെ ഈസ്റ്റ് ഉണ്ടല്ലോ, അത് ഒരു നുള്ളിട്ട് കൊടുക്കുക. പിന്നെ പഞ്ചസാരയും ഒരു നുള്ളി ഉപ്പ് കേട്ടോ, പിന്നെ ഒരു തവി ചോറ്. നിങ്ങൾ പൊടി എടുക്കുന്നത് എന്തോരാണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചോറ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ഗ്ലാസ് അരിപ്പൊടിക്ക് ഒരു തവി ചോറാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ അരച്ചെടുത്തേക്കുന്ന ഇതുണ്ടല്ലോ, ആ ഒരു ഇത് നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരപ്പ് എടുത്ത് ഒഴിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ ഇതേപോലെ ഒരു 3 ഗ്ലാസ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വറുത്ത അരിപ്പൊടി എടുക്കാം, അതല്ലെങ്കിൽ സാധാ പച്ചപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. 2 മണിക്കൂർ ഞാൻ ഇന്ന് കൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നോക്കിക്കേ, കണ്ടില്ലേ, ഇതുപോലെ നോക്കുമ്പോൾ അതുപോലെ നല്ല രീതിയിൽ തന്നെ പൊന്തി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2 മണിക്കൂർ വേണമെങ്കിൽ 2.5 മണിക്കൂർ നേരമൊക്കെ വെക്കാം. നല്ല രീതിയിൽ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പം തന്നെ നിങ്ങൾക്ക് അത് മൊത്തത്തിൽ ചുടുന്നില്ല, ബാക്കി നിങ്ങൾക്ക് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ആ നേരത്തെ അപ്പോൾ തന്നെ നിങ്ങൾക്കത് ഫ്രിഡ്ജിലായിട്ട് സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമുക്ക് പിറ്റേന്നാണെങ്കിലും ആവശ്യത്തിന് ഇതുപോലെ എടുത്ത് കോരി ഒഴിച്ചിട്ട് തണുപ്പാറിയതിന് ശേഷം നിങ്ങൾ പിറ്റേന്ന് എടുക്കുന്നതെങ്കിൽ തണുപ്പാറിയതിന് ശേഷം ഒരു തവി ഇതുപോലെ നമുക്കൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി. നല്ല ചൂട് പാനിലേക്ക് ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ പഞ്ഞി പോലെ നല്ല തുള വീണ് നല്ല അപ്പം കിട്ടും കേട്ടോ. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ സെയിം അപ്പമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് നോക്കുക, എല്ലാവർക്കും ശരിയാവും. നല്ല ചിക്കൻ കറിക്കൊപ്പം അതുപോലെ മുട്ടക്കറിക്കൊക്കെ ഒപ്പം കൂട്ടാൻ പറ്റിയ പാലപ്പാണ്. റംലാല ഈസിയാണ്, ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.